2025 ഡിസംബർ 28 സിറാജ് എഡിറ്റോറിയൽ തുർക്കുമാൻ ഗേറ്റിനെ ഓർമ്മിപ്പിക്കുന്നു ബംഗളൂരു യലഹങ്ക. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ അസമിലെ ഹിമന്ത ബിശ്വ സർക്കാരിന്റെയും ഫാസിസ്റ്റ് ഭരണശൈലി കടമെടുത്തിരിക്കുന്നു കർണാടക സർക്കാർ. പാവപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന ബംഗളൂരു യലഹങ്ക ഫക്കീർ കോളനിയിലെയും വസീം ലേഔട്ടിലെയും നൂറുകണക്കിന് വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് പ്രായം ചെന്നവരെയും സ്ത്രീകളെയും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങളെ വയ്യാധാരമാക്കിയിരിക്കുകയാണ് സിദ്ധരാമയ്യയുടെ കോൺഗ്രസ് ഭരണകൂടം. തണുത്തുവിറക്കുന്ന ബംഗളൂരുവിൽ കൈക്കുഞ്ഞുങ്ങളുമായി പ്രായം ചെന്നവരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങളെ വയ്യാധാരമാക്കിയിരിക്കുകയാണ് സിദ്ധരാമയ്യരുടെ കോൺഗ്രസ് ഭരണകൂടം. തണുത്തുവിറക്കുന്ന ബംഗളൂരുവിൽ കൈക്കുഞ്ഞുങ്ങളുമായി തെരുവിൽ കഴിയേണ്ട അവസ്ഥയാണ് കുടിയിറക്കപ്പെട്ടവർക്ക്. 30 വർഷത്തിലേറെയായി ഇവിടെ താമസിച്ചു വരുന്ന 350-ലേറെ വരുന്ന കുടുംബങ്ങളെയാണ് സർക്കാർ നിഷ്കരുണം വീടുകൾ തകർത്ത് കുടിയിറക്കിയത്. യുപിയിലെ ബുൾഡോസർ രാജിനെതിരെ പ്രതിഷേധമുയർത്തുന്ന കോൺഗ്രസ് തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തും സംഘ് പരിവാറിന്റെ ഹിംസാത്മക നയം നടപ്പാക്കുന്നതിനെതിരെ ദേശീയ തലത്തിൽ കടുത്ത വിമർശനം ഉയർന്നിട്ടുണ്ട്. ഖരമാലിന്യ സംസ്കരണ പദ്ധതിക്കായി നീക്കിവെച്ച സ്ഥലമാണിതെന്നും കുടുംബങ്ങൾ അനധികൃതമായി കയ്യേറിയാണ് വീട് വെച്ചതെന്നുമാണ് അധികൃത ഭാഷ്യം. കെട്ടിടം അനധികൃതമാണെങ്കിൽ നടപടിയെടുക്കാൻ സർക്കാരിന് അവകാശമുണ്ട്. അതുപക്ഷേ നിയമപരമായ ചട്ടങ്ങൾ പാലിച്ചായിരിക്കണം. ആദ്യം നോട്ടീസ് നൽകണം. മറുപടിക്കും സ്വന്തം ഭാഗം വിശദീകരിക്കാനും വീട്ടുകാർക്ക് 45-60 ദിവസം വരെ സമയം നൽകണം. ജുഡീഷ്യൽ പരിഹാരം തേടുന്നതിന് ചുരുങ്ങിയത് 8 ആഴ്ചത്തെ കാലയളവ്. പുനരധിവാസ പദ്ധതികൾ തുടങ്ങി സുപ്രീം കോടതി മുന്നോട്ട് വെച്ച ഇത്തരം വ്യവസ്ഥകളൊന്നും പാലിക്കാതെ പെട്ടെന്നൊരു ദിവസം പുലർച്ചെ 4 മണിക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 4 ബുൾഡോസറുകളും 150 പോലീസുകാരും എത്തി വീടുകൾ പൊളിച്ചു നീക്കുന്നത് ഭരണപരമായ അവകാശമല്ല, പൗരാവകാശങ്ങളെ കവർന്നെടുക്കലാണ്. പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ മേലാകരുത് വികസനവും പദ്ധതി പ്രവർത്തനങ്ങളും. ഒരു കെട്ടിടം പൊളിയുമ്പോൾ സിമന്റും ഇഷ്ടികയും മാത്രമല്ല തകരുന്നത്, അതിനകത്ത് താമസിക്കുന്ന മനുഷ്യരുടെ സുരക്ഷയും ജീവനും കൂടിയാണ്. ഇതോടൊപ്പം രാജ്യത്തെ ജനാധിപത്യ വാഴ്ചയും തകരുന്നു. യലഹങ്ക ഫക്കീർ കോളനിയിലെ കെട്ടിടങ്ങൾ അനധികൃതമാണെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? ഒറ്റ ദിവസത്തിനകമല്ല ഒരു വീട് ഉയരുന്നത്, ആഴ്ചകളോ മാസങ്ങളോ നീണ്ട നിർമ്മാണ പ്രവർത്തനത്തിലൂടെയാണ്. അന്നേരം ഉദ്യോഗസ്ഥരും ഭരണകൂടവും എവിടെയായിരുന്നു? വീടുകളിൽ താമസക്കാർക്ക് വൈദ്യുതിയും ജലസൗകര്യവും ലഭിച്ചതെങ്ങനെ? വോട്ടർ ID, ആധാർ തുടങ്ങി രേഖകളുമുണ്ട് അവരുടെ കൈവശം. ഈ കാലയളവിലെല്ലാം കണ്ണടച്ചിരുന്ന ഭരണകൂടം ദശാബ്ദങ്ങൾക്ക് ശേഷം താമസക്കാരെ വയ്യാധാരമാക്കുന്നതിന്റെ ഔചിത്യമെന്ത്? ആദ്യം ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾക്കും നിരുത്തരവാദ നടപടികൾക്കുമെതിരെയാണ് അധികൃതർ നടപടി സ്വീകരിക്കേണ്ടത്. വീട് നഷ്ടപ്പെടുന്നതിൽ ഒതുങ്ങുന്നില്ല ബുൾഡോസർ രാജിന്റെ പ്രത്യാഘാതം. ശുചിമുറി സൗകര്യങ്ങളും കുടിവെള്ളവും ഇല്ലാതായതോടെ പകർച്ചവ്യാധി ഉൾപ്പെടെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും എടുത്തെറിയപ്പെടും ഇരകൾ. കോളനിയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. പരീക്ഷാ സമയങ്ങളിൽ ഇത്തരം നടപടികൾ കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കുന്നു. അനധികൃതമെന്ന പേരിൽ നടക്കുന്ന ഏതു പൊളിക്കും നീക്കൽ നടപടികൾക്കും വിധേയമാകുന്നത് സാധാരണക്കാരും ചെറുകിട വ്യാപാരികളുമാണ്. അനധികൃതമായി സ്ഥലം കയ്യേറിയും നിയമങ്ങൾ പാലിക്കാതെയും പടുത്തുയർത്തപ്പെട്ട കോർപ്പറേറ്റുകളുടെയും രാഷ്ട്രീയ പ്രമുഖരുടെയും വൻകിട കെട്ടിടങ്ങളുണ്ട് രാജ്യത്തെമ്പാടും. അത്തരം കെട്ടിടങ്ങൾക്കു നേരെ ഭരണാധികാരികളുടെ ബുൾഡോസറുകൾ നീങ്ങാറില്ല. ഇന്ത്യയിൽ ബുൾഡോസറുകൾ തകർത്ത വീടുകളിലധികവും മുസ്ലിങ്ങളുടേതാണെന്നത് യാദൃശ്ചികമാകാനിടയില്ല. കുടിയൊഴിപ്പിക്കപ്പെട്ട ബംഗളൂരു യലഹങ്കയിലെ ഇരകൾക്ക് അടിയന്തര പുനരധിവാസ പാക്കേജ് നടപ്പാക്കേണ്ടതുണ്ട്. താൽക്കാലികമായി സർക്കാർ ചെലവിൽ താമസ സംവിധാനം ഒരുക്കുകയും സ്ഥിരം വീടുകൾ നിർമ്മിച്ചു നൽകി സുരക്ഷിതമായ താമസം ഉറപ്പാക്കുകയും വേണം. അന്തിയുറങ്ങാൻ സുരക്ഷിതമായ ഒരിടം പൗരന്മാരുടെ അവകാശമാണെന്ന് സുപ്രീം കോടതി പലവട്ടം ഓർമ്മിപ്പിച്ചതാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ പരിധിയിലും വരുന്നു സ്വന്തമായൊരു പാർപ്പിടം. ബുൾഡോസർ രാജിന് രാജ്യത്ത് തുടക്കം കുറിച്ചത് 1976-ൽ അടിയന്തരാവസ്ഥാകാലത്ത് ഡൽഹി തുർക്കുമാൻ ഗേറ്റിലായിരുന്നു. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ബുൾഡോസർ രാജിൽ നൂറുകണക്കിന് ചേരിപ്രദേശക്കാരാണ് ഇരകളായത്.
രാഷ്ട്രീയ അടിച്ചമർത്തലുകളും മനുഷ്യാവകാശ ലംഘനങ്ങളും കൂട്ടക്കുരുതിയുമായിരുന്നു അന്ന് തുർക്കുമാൻ ഗേറ്റിൽ നടന്നത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സഞ്ജയ് ഗാന്ധിയുടെ നിർദ്ദേശാനുസാരം പോലീസ് നടത്തിയ വെടിവെപ്പിലും ബുൾഡോസറുകൾക്കിടയിൽ ചതഞ്ഞരഞ്ഞും നിരവധി പേർ ദാരുണമായി കൊല്ലപ്പെട്ടു. മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടിയ കാലമായതിനാൽ മരണപ്പെട്ടവരുടെ യഥാർത്ഥ കണക്ക് പുറത്തുവന്നില്ല. ബംഗളൂരുവിലെ യലഹങ്ക ഫക്കീർ കോളനിയിലെ ബുൾഡോസർ രാജിന് തുർക്കുമാൻ ഗേറ്റുമായി ചില സാമ്യതകളുണ്ട്. രണ്ടും കോൺഗ്രസ് ഭരണത്തിലാണ്. നഗരവൽക്കരണത്തിന്റെ പേരിലും 1976 അധികാരത്തിന്റെ ഹുങ്കിൽ നടത്തിയ അടിച്ചമർത്തലിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ ഇന്ന് അനധികൃത നിർമ്മാണം എന്ന ആരോപണം ഉയർത്തി ഭരണപരമായ നടപടിയുടെ ഭാഗമായി ഇത് മാറിയിരിക്കുന്നു. ഭരണകൂട ഭീകരതയ്ക്ക് നിയമ നടപടിയുടെ മേലങ്കി ചാർത്തുന്നത് അപഹാസ്യമാണ്.